4:30 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ ചോറിട്ട് കറികളൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി ഏട്ടനാണ് പച്ചക്കറികളൊക്കെ അരിയുക. കാരണം എനിക്ക് രാവിലെ കുട്ടികളുടെ കാര്യം നോക്കേണ്ട കാരണം ഏട്ടൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് തരും. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ വിട്ടതിന് ശേഷം ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യും. പിന്നെ ഏട്ടൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകൽ, അങ്ങനെ വലിയൊരു പണിയുണ്ട്. അതൊക്കെ ഏട്ടൻ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഏട്ടൻ പണിക്ക് പോകും. പിന്നെ ഞാനാണ് ഉച്ചയ്ക്ക് എല്ലാ പണികളും ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും രുചിയുള്ള ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്നതിലും മികച്ച ഭക്ഷണമുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിയ സമയം. സതീഷിനും ഭാര്യയ്ക്കും ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാതായി. ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു. പക്ഷേ വിശപ്പിൻ്റെ വിലയറിഞ്ഞവനെ ആർക്കും തോൽപ്പിക്കാനാകില്ല. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരാൾ നമുക്കൊരു ജോലി തന്നത്. ആ ജോലി അങ്ങനെ പിന്നെ ഇഷ്ടംപോലെ വർക്കുകളായി. സാധാരണ കൂലിപ്പണി തന്നെയാണ്. ഇഷ്ടംപോലെ കൂലിപ്പണികൾ ഇഷ്ടംപോലെ ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതം ഇതുവരെ എത്തി. അപ്പോൾ അതിനിടയിൽ നമ്മൾ വിശപ്പ് മൂലം ആത്മഹത്യ ചെയ്യാൻ പോയതുകൊണ്ട് നമുക്ക് എന്താണ് വിശപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് ആരും വിശന്നിരിക്കേണ്ട എന്നൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു പദ്ധതിയാണ് വിശപ്പിരിക്കുന്ന മണ്ണാർക്കാട് പാതയം എന്നൊരു പദ്ധതി. വിശന്നു വലയുന്ന ഒരു രോഗിയോ കൂട്ടിരിപ്പുകാരനോ ഉണ്ടാകില്ല മണ്ണാർക്കാട്ടെ താലൂക്ക് ആശുപത്രിയിൽ. എന്നും സതീഷിൻ്റെ കാറത്തും ആവശ്യക്കാർക്കുള്ള ഭക്ഷണവുമായി. ആദ്യം ഒരു 7 മുതലേക്ക് ഒരു 50 വരെയുള്ള ആൾക്കാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ റിപ്പയറിംഗ് ആണ്. ആ വരുമാനം കൊണ്ട് നമുക്കത് എത്തിപ്പെടാൻ കഴിയും. പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ പാതയത്തിൻ്റെ പേരിലൊരു പിനോയിൽ, ഡിഷ് വാഷ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ വിൽപ്പന തുടങ്ങി. അപ്പോൾ അതിന് അത്യാവശ്യം മാർജിനുണ്ട്. അതുകൊണ്ട് പദ്ധതി കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുടെ ബർത്ത്ഡേ, പിറന്നാൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒത്തു പങ്കെടുക്കും. കയ്യിൽ ഒരുപാട് പണമുണ്ടായിട്ടല്ല, സ്റ്റൗ നേരെയാക്കുന്ന ജോലി ചെയ്ത് കുടുംബം പോറ്റും. ഫിനോയിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആശുപത്രിയിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം. പ്രതിസന്ധികൾ വന്നപ്പോഴും മുടക്കിയിട്ടില്ല. ആമാശയം നിറയ്ക്കാൻ കഷ്ടപ്പെടുന്നവനറിയാം ഭക്ഷണത്തേക്കാൾ വലിയ ദൈവമില്ലെന്ന്. സതീഷേട്ടൻ്റെയും സരിത ചേച്ചിയുടെയും ഈ അടുക്കളയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതേതെങ്കിലും ഭക്ഷണം പാകമാകുന്നതിൻ്റെ മണമല്ല, മറിച്ച് അളവറ്റ സ്നേഹത്തിൻ്റെയും നന്മയുടെയും മണമാണ്. എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.